ഹലോ. നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പം നമ്മൾ ഇത് 2-3 ദിവസത്തിന് മുമ്പുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ദിവസം കറക്റ്റായിട്ട് ഓർമ്മയില്ല. അന്ന് എന്തായാലും രാവിലെ കുഞ്ഞിനെ ഒരുക്കി അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവളെ സ്കൂളിൽ വിട്ടതിന് ശേഷം നമ്മൾ രാവിലെ അവളെ വിട്ട അതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോയി. കാരണം മോൾക്ക് സുഖമില്ലായിരുന്നു, പനിയായിരുന്നു. അപ്പോൾ അഡ്മിറ്റൊക്കെ ആക്കേണ്ടി വന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവളെ കാണാമെന്നും കരുതി പോയി. വൈകുന്നേരം നിന്നാൽ പിന്നെ മോള് വരും, മഴയൊക്കെ ആയ പാടാ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി കുറച്ചു നേരം കുഞ്ഞമ്മയും മക്കളും ഒക്കെ ആയിട്ട് സംസാരിച്ച് അവിടെ ഇരുന്ന്. ഇത് എൻ്റെ ശശി, കറുത്തമ്മ പറന്നു പോയി, ഇപ്പോൾ പുതിയൊരാളെ മേടിച്ചിട്ടേക്കുവാണ്. ഞാൻ കൊടുത്തതാണ് കുഞ്ഞമ്മയ്ക്ക്. ഇങ്ങനെ വീട് മാറുന്ന സമയത്ത് ഞാൻ അവിടെ കൊടുത്തിരുന്നു. മോൾക്ക് അലർജിയൊക്കെ വന്നപ്പം പിന്നെ ഞാൻ അതിനെല്ലാം അവിടെ കൊടുത്തു. അപ്പം അവരിങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ നോക്കിയതാണ്. പിന്നെ അനിയത്തി സ്കൂളിൽ പോകുന്ന നേരം അവളെ ഇൻസ്റ്റന്റ് ബോക്സും നോട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ചൊക്കെ ഒന്ന് നോക്കി. ഇത് പിന്നെ ഷോപ്പാണ്, നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞങ്ങൾ കരിക്കോട് ഇറങ്ങി. അവിടെയുള്ള കടകളിൽ ആദ്യം കയറിയ കടയിൽ തന്നെ ചോദിച്ചപ്പോൾ അവിടെ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നീട് നമ്മളെ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരുമല്ലോ, അതും എല്ലാം ആയിട്ടുള്ളൊരു കടയായിരുന്നു. അപ്പോൾ ഞങ്ങൾ റേറ്റും കാര്യങ്ങളുമൊക്കെ ചോദിച്ച്, കാരണം നമുക്ക് കട അറിഞ്ഞു വെച്ചാൽ ഓർഡർ വരുമ്പോൾ പോയി എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നീട് നമുക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അതെല്ലാം അവിടെ നിന്ന് എടുത്ത് തെർമോക്കോളും ഫോം ബോർഡും ഗ്ലിറ്റർ ഷീറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അതൊക്കെ മേടിച്ചു. അപ്പം തെർമോക്കോളൊക്കെ ഇത്തിരി വലുതായതുകൊണ്ട് തിരിച്ച് ബസ്സിൽ വരുന്നത് നടന്നില്ല, ഓട്ടോയിൽ വരേണ്ടി വന്നില്ല. പിന്നെ ഇതെല്ലാം ഓടി, കാരണം കാണുന്നതൊക്കെയല്ല നല്ല നീളവും നല്ല വീതി ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അങ്ങനെ കഴിഞ്ഞ് പിന്നീട് നമ്മളൊന്നും ഉണ്ടാക്കാതെ പോയത്. അപ്പം പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അന്ന് മോൾക്ക് സ്കൂളിൽ കൊടുത്ത് വിട്ടത് ദോശയും സാമ്പാറുമായിരുന്നു. പിന്നെ വന്നതിന് ശേഷം ഞങ്ങൾ ദോശ ചുട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പം തന്നെ നമ്മൾ തോരനും മുന്നേ ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു. അപ്പം അത് എടുത്ത് തോരനും ആക്കാമെന്ന് കരുതി. അപ്പുറത്തെ കല്ലിൽ ദോശയാവുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന മാവ് ഇതുപോലെ ഞാൻ കൊച്ച് ഒതുങ്ങിയ പാത്രത്തിൽ ഒഴിച്ച് വെക്കും, കാരണം നമുക്ക് നാളത്തേക്ക് എടുക്കാമല്ലോ. നാളത്തേക്ക് ഇനിയിപ്പോൾ അരിയൊന്നും ആട്ടണം. ഈ മാവ് ഇത് മതി ഞങ്ങൾക്ക് 3 പേർക്കും. ഈ 2 ദോശ ഇത് എല്ലാവർക്കും കഴിക്കാൻ കാണും. പിന്നീട് നല്ല മഴക്കോള് വരുന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് മഴ പെയ്തില്ല. അപ്പം ഇങ്ങനെ കോളടിച്ച് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചിട്ട് പിന്നെ അന്ന് ഉച്ചക്കത്തെ ചോറൂണ് കണക്കായിരുന്നു, കാരണം നമ്മൾ ലേറ്റായിട്ടല്ലേ കഴിച്ചത്. പിന്നീട് ദോശയൊക്കെ കഴിച്ച് വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ചെടിക്കൊന്നും ചെയ്യാതെ രാവിലെ പോയിരുന്നത്. അങ്ങനെ അവർക്ക് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത്, കാരണം അതിനകത്ത് മുല്ലേന്ന് പുഴു വന്നിട്ട് ബാക്കിയുള്ള ചെടികളിലേക്ക് വരുന്നുണ്ട്. പച്ച പുഴു, അത് ഇരിക്കുന്നതും കാണാൻ നിമിഷ നേരം കൊണ്ട് അതങ്ങ് മൊട്ടും കാര്യങ്ങളും തിന്ന് തീർക്കും, ഇലയും. എന്നിട്ടിങ്ങനെ പാട പോലാവും. അപ്പം ഞാൻ ഇപ്പോൾ എല്ലാ ചെടിയും എപ്പം നനച്ചാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പെട്ടെന്ന് ഇത് വരുന്നത്. പിന്നെ അതൊരു ഇലച്ചെടി, അത് ഈ വെള്ളത്തുള്ളികളൊക്കെ വീണടക്കുന്നതാണ്, നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു വെട്ടി നിർത്തിയിരുന്നത്, അതുകൊണ്ട് എല്ലാവരും പൂവിട്ട് നിൽപ്പുണ്ട്. പിന്നീട് വീഡിയോസൊന്നും എടുത്തില്ല. പിന്നീട് മോള് വന്നതിന് ശേഷം വൈകിട്ടത്തെ കാര്യങ്ങളാണ് എടുത്തത്. അപ്പോൾ മോള് വന്നപ്പം യൂണിഫോമും കൊണ്ടാണ് വന്നത്. 2 ജോഡി കിട്ടി. വെള്ളിയാഴ്ചത്തെ യൂണിഫോം കിട്ടിയിട്ടില്ല, അത് ആർക്കും കിട്ടിയിട്ടില്ല. ഈ യൂണിഫോം മോൾക്ക് ലേറ്റായിട്ടാണ് കിട്ടിയത്, ബാക്കി എല്ലാ കുഞ്ഞുങ്ങൾക്കും കിട്ടി. അവർക്ക് 2-3 പേർക്ക് ലേറ്റായിട്ട് സൈസ് കറക്റ്റ് ആവാഞ്ഞിട്ട് ലേറ്റായിട്ട് കിട്ടി. പിന്നീട് അവളെ കുളിപ്പിച്ച് അവൾക്ക് ചോറും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത ദിവസം അവൾക്ക് എന്താ തോരൻ വെക്കേണ്ടത്, എന്തൊക്കെ ചെയ്ത് വെക്കണം, അതെല്ലാം ചെയ്യുന്നൊരു തിരക്കിലായിരിക്കും. ഈ ടൈം ചേച്ചി മോളെ പഠിപ്പിച്ച് അവൾക്ക് ഹോംവർക്കൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ ചേച്ചി ചെയ്യിപ്പിച്ച് അവരങ്ങനെ അങ്ങ് പോകും. പിന്നെ ഞാൻ എൻ്റെ ചെടികൾ, എൻ്റെ അടുക്കള ജോലികൾ, ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. രാവിലെ നമുക്ക് എളുപ്പമാണല്ലോ, സ്കൂളിൽ പോകുന്ന മക്കളുള്ളവർക്കാകുമ്പോൾ അറിയാം, നമുക്കത് എളുപ്പമാണല്ലോ. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. ബൈ.